അപ്പൊ ഗൈസ്, നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും പറഞ്ഞാണ് നമുക്ക് അങ്ങനെ ഒരു റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്. സോ അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഈ എപ്പിസോഡ്. അപ്പൊ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ആൻഡപ്പൻ ടോക്കീസ്. ദിസ് ഇസ് ആർജി ആൻഡപ്പൻ. അപ്പൊ എന്തായാലും ഒരു റെക്കോർഡ് കിട്ടിയ കഥ അത് കേട്ടിട്ട് വരാം അല്ലെ കണ്ടിട്ട് വരാം. അപ്പൊ എന്തായാലും വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം മറക്കരുതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങുകയാണ്. വീണ്ടും വെൽക്കം. ഹലോ ഗൈസ്, നമ്മുടെ ചാനലിലൂടെ നിങ്ങൾ ഇതുവരെ വ്ളോഗ് കണ്ടിട്ടുണ്ടാവില്ല. നമ്മൾ CB കപ്പിളിലും ബാക്കിയുള്ളിടത്തൊക്കെയാണ് വ്ളോഗ് ഇടാറ് പൊതുവെ. പക്ഷെ ഇതിൽ ഒരു വ്ളോഗ് ഇടുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ പോഡ്കാസ്റ്റ്, എനിക്കും ചിപ്പിക്കും നമ്മുടെ പോഡ്കാസ്റ്റിനും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ നിന്നും ഒരു വേൾഡ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്. സോ അപ്പോൾ അതിൻ്റെ ബോക്സും ആ സംഭവങ്ങളും ഒക്കെ ഒന്ന് കാണിക്കണം എന്ന് വിചാരിച്ചിട്ടായിരുന്നു. എനിക്ക് ശരിക്കും കുറച്ച് വയ്യ. സോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു എൻ്റെ മുഖമൊക്കെ ഇരിക്കണം കണ്ടു കഴിഞ്ഞാൽ ഒരു ഇച്ചിരി ശോകം പോലെയൊക്കെ ഫീൽ ചെയ്യും. പക്ഷെ അത് എൻ്റെ മുഖത്തിൻ്റെ ഒരു അവസ്ഥ അങ്ങനെ ആയതുകൊണ്ടാണ്. ഇവിടെ വേറൊരുത്തി ഉണ്ട്, അവൾക്കും വയ്യ. എടി ഞാൻ വിചാരിച്ചേ നമ്മൾക്ക് കിട്ടിയല്ലോ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ ഇത് കാണിച്ചു കൊടുക്കണമല്ലോ. ആൻഡ് ഗൈസ്, അതിൽ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് എങ്ങനെയാണെന്നുള്ളത്. സംഭവം ഒരു വേൾഡ് റെക്കോർഡാണ്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ആണ് അത് അംഗീകരിച്ചിരിക്കുന്നത്. ആൻഡ് അത് വേറൊന്നുമല്ല, ഫാസ്റ്റസ്റ്റ് ഡ്യുവോ ടു സെറ്റ് അപ്പ് എ പ്രൊഫഷണൽ പോഡ്കാസ്റ്റിംഗ് സ്റ്റുഡിയോ. ഫങ്ഷണൽ പോഡ്കാസ്റ്റിംഗ് സ്റ്റുഡിയോ ഇൻ എ വെരി ലെസ് ടൈം. അപ്പോൾ അത് ഒരുപാട് ക്രൈറ്റീരിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറെ സംഭവത്തിന് ശേഷമാണ് നമുക്കത് കിട്ടിയത്. സോ എനിക്ക് അപ്പൊ അതിന്റെ ഒരു വ്ളോഗാണ് ആക്ച്വലി ഇത്. അപ്പൊ നമുക്ക് ആ ബോക്സ് ഒന്ന് കാണിച്ചു കൊടുക്കാം. അപ്പൊ ഗൈസ്, നമുക്ക് ആക്ച്വലി ഇതിന് മുമ്പത്തെ ഒരു കാര്യം പറയാം. നിങ്ങൾ എല്ലാവരും നമ്മുടെ കൂടെ ഈ ചലഞ്ചിലൊക്കെ എന്താ പറയാ കൂടെ നിന്നിട്ടുണ്ട്, പങ്കെടുത്തിട്ടല്ല കൂടെ നിന്നിട്ടുണ്ടായിരുന്നു. പങ്കെടുത്തത് നമ്മളാണ്, പണിയെടുത്തത് മുഴുവൻ ഞാനും അവളുമാണ്. സോ ഓൾമോസ്റ്റ് ഒരു 30 ഡേയ്സിനുള്ളിൽ മറ്റേ ടൈറ്റിൽ പറയുന്ന പോലെ തന്നെ ഫങ്ഷണൽ ആൻഡ് പ്രൊഫഷണൽ പോഡ്കാസ്റ്റിംഗ് സ്റ്റുഡിയോ സെറ്റ് ചെയ്യണം എന്നായിരുന്നു. സോ അപ്പോൾ നമ്മൾ എടുത്തൊരു തീം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോഡ്കാസ്റ്റിന് എപ്പോഴും ഒരു ഗ്രീൻ ടച്ച് ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, നമ്മുടെ എല്ലായിടത്തും ഒരു ഗ്രീൻ, വൈറ്റ്, ബ്ലാക്ക് ആ ഒരു 3 കളറായിരിക്കും നമ്മൾ എല്ലായിടത്തും കൊടുത്തിട്ടുള്ളത്. സോ അപ്പോൾ ആ ബേസ് ആയിരിക്കണം എന്നുള്ളൊരു ഐഡിയ ഉണ്ട്. പക്ഷെ ഇതൊക്കെ പറയുന്നതിന് മുമ്പ് ഒക്ടോബർ 19 രാവിലെ ഞാൻ എണീറ്റപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന പോലെ ചലഞ്ച് ചെയ്യാൻ. അന്ന് ഈ പറയുന്ന പോലെ തന്നെ റെക്കോർഡ് കിട്ടുമെന്നോ അല്ലെങ്കിൽ റെക്കോർഡിന് അങ്ങനെ ഒരു സ്കോപ്പ് ഉണ്ടെന്നോ ഈ സാധനമൊന്നും സത്യത്തിൽ ഞങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരുന്നില്ല. എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നില്ല. കാരണം ഇത് ആദ്യം തോട്ട് വരുന്നത് എനിക്കാണ്. അങ്ങനെ ഒരു 30 ദിവസം ചലഞ്ച് വെച്ച്, കാരണം കുറേ നാളായിട്ട് സ്റ്റുഡിയോ സെറ്റ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും പറ്റാതിരിക്കുകയായിരുന്നു. അപ്പോൾ രാവിലെ എണീറ്റ വള്ളി ഇവളോട് ഞാൻ ചോദിച്ചു, എടി നമുക്കൊരു പോഡ്കാസ്റ്റ് സ്റ്റുഡിയോ സെറ്റ് ചെയ്താലോ ഒന്ന്. അപ്പം എന്നോട് ഒറ്റ മറുപടി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ചോദിച്ചു 30 ദിവസം കൊണ്ട് ആക്കാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു പൈസ ഉണ്ടെങ്കിൽ എന്താ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു, വേണമെങ്കിൽ നാളെ തന്നെ ചെയ്ത് തീർക്കാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ശരി 30 ദിവസം കൊണ്ട് എങ്ങനെയാ ചെയ്യാന്ന്. സത്യം പറയാല, കയ്യിൽ 5 പൈസ ഉണ്ടായിട്ട് തുടങ്ങാൻ അങ്ങനെ വിചാരിച്ചൊന്നുമല്ല. അങ്ങ് തുടങ്ങി അല്ലേ, അങ്ങ് തുടങ്ങി. പിന്നെ എല്ലാം ആ ഒരു ഫ്ലോയിൽ അങ്ങ് വന്നു. രണ്ടും കൽപ്പിച്ചങ്ങ് തുടങ്ങി ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 ദിവസത്തെ വീട് റെന്റിന് എടുക്കുന്നത്. അതൊരു വലിയ സീനായിരുന്നു. ഞാൻ സ്പേസ് എടുക്കുന്നത് വരെ ഇത് എത്ര ഇങ്ങോട്ട് വാ, ഞാൻ ഈ ക്യാമറയുടെ മുമ്പ് വേറുള്ള സ്പേസ് എടുക്കുന്നത് വരെ നമ്മളിത് കംപ്ലീറ്റ് ചെയ്യൂല്ല എന്നുള്ളത് എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആണ്. ഞാൻ വിചാരിച്ചു 4-5 ദിവസം ഇവ നോക്കിയിട്ട് മിക്കവാറും കളഞ്ഞിട്ട് പോകും. സ്ഥിരം എന്നെ എല്ലാവരും പറയുന്നതാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇൻ ബിറ്റ്വീൻ ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട് പോകും എന്നുള്ളൊരു ചീത്തപ്പേര് എനിക്കുണ്ട്. അത് ആക്ച്വലി സ്റ്റോപ്പ് ചെയ്തിട്ട് പോകുന്നതല്ല, നമുക്ക് പല കാരണങ്ങൾ കൊണ്ടും ചില സാധനങ്ങൾ ചെയ്തെത്തിക്കാൻ പറ്റില്ല. അത് ഇവരെ എല്ലാം പറഞ്ഞ് ബോധിപ്പിക്കുക എന്ന് പറയുന്നത് നടക്കുന്ന സീനല്ല. അപ്പം ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പേസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കൊച്ചി വേണോ ട്രിവാൻഡ്രം വേണോ എന്നുള്ള ഒരു സീനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, കറങ്ങിത്തിരിഞ്ഞ് നിമിത്തങ്ങളെല്ലാം കൊണ്ടുവന്ന് നമ്മൾ എത്തിച്ചത് തിരുവനന്തപുരത്ത് തന്നെയാണ്. അങ്ങനെ തിരുവനന്തപുരത്ത് നമുക്കൊരു സ്പേസ് കിട്ടി. അത് കഴിഞ്ഞപ്പോഴും എനിക്ക് വിശ്വാസമില്ലായിരുന്നു. കാര്യം എന്താണെന്നറിയോ, ഫോം ബോർഡ് വരുന്നില്ല. അത് കഴിഞ്ഞപ്പോ അവന് വിശ്വാസമില്ലായിരുന്നു. പക്ഷെ എനിക്ക് ഓക്കെ ചെയ്ത് തുടങ്ങി സംഭവം ഇവർക്ക് ഓൾമോസ്റ്റ് എല്ലാം ഒരു ധൈര്യം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇന്ന കാര്യങ്ങൾക്ക് എത്ര ദിവസം എടുക്കും, കാരണം നമ്മൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ എത്ര ദിവസം എടുക്കും, എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ പറ്റി എനിക്കൊരു ധാരണയുണ്ട്. ഇന്ന വർക്ക് ചെയ്തെടുക്കാൻ എത്ര നേരം വേണ്ടി വരും എന്നുള്ളത് അറിയാം. അതുണ്ട്. പക്ഷേ ഞാൻ നോക്കുമ്പോൾ ഫോം ബോർഡിന്റെ ഒരു അപ്ഡേറ്റ് വരുന്നില്ല. കാരണം യൂഷ്വലി നമ്മൾ എവിടെ എന്ത് സാധനം ഒന്ന് ഓൺലൈനിൽ നമ്മൾ വാങ്ങിക്കാനായിട്ട് ബുക്ക് ചെയ്താലും അതിന്റെ ഓരോ സാധനങ്ങൾ നമുക്ക് ഇങ്ങനെ അറിയാൻ പറ്റും. ഇതൊരു അനക്കൂല, ഫസ്റ്റ് ബുക്കിംഗ് കിടക്കണം അവിടെ തന്നെ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ അത് കാരണം എനിക്ക് പേടിയുണ്ടായിരുന്നു. ഞാൻ പ്ലാൻ ബി വെച്ചിട്ടുണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു ഫോം ബോർഡ്. ഇൻ കേസ് അത് വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഉണ്ടായിരുന്ന സാധനം ചെയ്യാം. അല്ല എന്തെങ്കിലും തീർക്കും. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനെടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുകയും ചെയ്തു, ഇനിയിപ്പോ നിർത്തിന്ന് പറയാനും പറ്റില്ല, ആ ഒരു അവസ്ഥയിലായിരുന്നു. പിന്നെ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഇതിന്റെ ഒരു പകുതി ആയപ്പോഴാണ് ഞങ്ങൾക്ക് ഇത്, അപ്പൊ എനിക്കൊരു ഐഡിയ വന്നു ഇങ്ങനെ എന്തോ ഒരു ഇതിനൊരു സ്കോപ്പ് ഉണ്ടെന്നുള്ള കാര്യം വന്നു. കാരണം അതേ സമയത്ത് തന്നെ ഞങ്ങൾക്ക് കൊച്ചിയിലൊരു ഫ്രണ്ട് ഉണ്ട്, വിനായക് എന്ന് പറഞ്ഞിട്ട്. സോ അപ്പൊ അവൻ ഇതിനിങ്ങനെ ഒരു സ്പേസ് ഉണ്ട്, നോക്കാം, ട്രൈ ചെയ്ത് നോക്ക്, നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്ക് എന്നൊക്കെ പറഞ്ഞു. പിന്നെ അത് അങ്ങനെ ആ ഭാഗത്ത് അപ്ലൈ ചെയ്തിട്ട് പിന്നെ നമ്മൾ മൈൻഡ് ചെയ്തൊന്നുമില്ല. പക്ഷെ അപ്പോഴേക്കും അവരിങ്ങോട്ട് നമുക്ക് റിപ്ലൈ മെയിലൊക്കെ തന്നിട്ട് ഇതിന് സ്കോപ്പ് ഉണ്ട്, ആക്ച്വലി സ്കോപ്പ് അല്ല, ഇതിന് ആക്ച്വലി ഇതങ്ങനെ ചെയ്തിട്ടില്ല. സോ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, ഇന്ന ക്രൈറ്റീരിയസ് ഉണ്ട്, ഇന്നതാണ് സംഭവങ്ങൾ, ഇങ്ങനെയൊക്കെ ചെയ്താൽ അത് മോണിറ്റർ ചെയ്യപ്പെടും. അങ്ങനെ ഒരു എക്സാം പോലെ തന്നെയാണ്, ഇത്ര ക്രൈറ്റീരിയ സാധനങ്ങളെല്ലാം വെച്ചിട്ട് ഒരാഴ്ച കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ കുത്തിയിരുന്നുള്ള പണി. അതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഓണായത് ഈ പരിപാടി. അത്രയും പണിയുണ്ട്. നമ്മൾ വിചാരിക്കും ഓക്കെ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് ആവട്ടെ, ഗിന്നസ് റെക്കോർഡ് ആവട്ടെ, ഇന്നാന്ന് പഠിച്ചോന്ന് പറയുന്ന രീതിയിൽ കിട്ടുമെന്ന്. അതൊന്നല്ല, നല്ല പണിയെടുത്തു കഴിഞ്ഞാൽ ഈ സാധനം നമ്മുടെ കയ്യിൽ വരും. പിന്നെ ഈ ഇരിക്കുന്ന ബോക്സ് ഉണ്ടല്ലോ, ഈ ബോക്സിന് ഇങ്ങോട്ട് വരണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു പേയ്മെന്റ് ഒക്കെ കൊടുക്കാനുണ്ട്. അതിപ്പം ഇപ്പൊ എല്ലാവരും ചോദിക്കും ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിന് മാത്രം ഉള്ളതെന്നാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വേണ്ട. ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടണമെങ്കിൽ പോലും ലൈക്ക് അതായത് ആ മെഡലും ആ സംഭവങ്ങളും ഒക്കെ നമുക്ക് ഇങ്ങോട്ട് അയച്ചു തരണം എന്നുണ്ടെങ്കിൽ ആ അയച്ചു തരുന്നതിനും ബാക്കി കാര്യത്തിനും ഒക്കെ ഒരു ചെറിയ പേയ്മെന്റ് ഉണ്ട്. ആ പേയ്മെന്റ് അല്ല വിഷയം, ഇവരുടെ ഒരു എന്താ പറയുക, ഒരു എക്സാം ഒക്കെ പോലത്തെ ഒരു സംഭവമാണ് ഇവർ ഇത് മോണിറ്റർ ചെയ്യുന്ന പരിപാടി. അത് താണ്ടി തീരുക എന്ന് പറയുന്നതാണ് ഇതിന്റെ ഇടയിലുള്ള ഏറ്റവും വലിയൊരു ടാസ്ക്. ആൻഡ് അത് കഴിഞ്ഞ് വന്നു, സംഭവങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ ഇതിൽ ഇവരുടെ ഒരു ക്രൈറ്റീരിയ അനുസരിച്ച് ഒരാളുടെ പേരിലായിരുന്നു അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. സോ അപ്പോൾ അത് ബേസിക്കലി എൻ്റെ പേരിലാണ് ചെയ്തത്. പിന്നെ ടെക്നിക്കലി ദിസ് ഇസ് ഫോർ അവർ പോഡ്കാസ്റ്റിംഗ് ചാനൽ കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എൻ്റെയോ അല്ലെങ്കിൽ അവളുടെയോ അങ്ങനെയൊന്നും അല്ല, ഇത് പോഡ്കാസ്റ്റ് ചാനലിന് വേണ്ടി. അതായിരുന്നു എൻ്റെ ആഗ്രഹം, പോഡ്കാസ്റ്റ് ചാനലിന് ഒരു റെക്കോർഡ് ഉള്ളതായിരിക്കണം എന്നുള്ളതാണ്. കാരണം കുറേ പേർക്ക് ഇതിലെന്താ എന്താ അവളുടെ പേര് കൊടുക്കാൻ, എന്താ ഇവളുടെ പേര് കൊടുക്കാൻ എന്നുള്ള ഒരു തോന്നലൊക്കെ ഉണ്ടാവും. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരാളുടെ പേരെ കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ പോഡ്കാസ്റ്റിന്റെ പേര് എൻ്റെ പേര് ആയതുകൊണ്ട് എന്നെ അപ്പം പിന്നെ എൻ്റെ പേര് കൊടുക്കണമാണല്ലോ നല്ലതെന്ന് വിചാരിച്ചാണ് കൊടുത്തത്. ഇനി ഒരുപാട് കഥ അടിക്കണില്ല, കിഡിലും ബോക്സ് ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു യൂട്യൂബ് പോലും ചിലപ്പോൾ അവരുടെ ഇത് കൊടുക്കുമ്പോൾ പോലും ഇത്ര കിഡിലും ബോക്സ് കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അടിപൊളി പാക്കിംഗ് ആയിരുന്നു. ഇപ്പൊ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല പ്രീമിയം പാക്കിംഗ് ബോക്സ് ആണ് സാധനം. ഇനി ഓരോന്നായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാണോ? എടാ ഇത് അവരുടെ ലോഗോ ആണ്. അത് കൊള്ളാം. അത് നിന്റെ ഷിയോൺ സജി മ്യൂസിക്കിന്റെ ലോഗോ നീ മാറ്റൂലല്ലോ. വാ കം ഓപ്പൺ. ഇങ്ങോട്ട് വാ. ആൻഡ് അതിൻ്റെ ഇടയിൽ ഞാൻ പറയാൻ വിട്ടുപോയൊരു കേസുണ്ട്. നമുക്കിതിനകത്ത് ഒരാളെ കാണിക്കാൻ പറ്റിയില്ല ഇത്. കാര്യം നമ്മളിത് പോഡ്കാസ്റ്റ് തുടങ്ങുന്ന സമയത്ത് നമ്മുടെ മിനിസ്റ്റർ ഗണേഷ് കുമാർ സാറിൻ്റെ അടുത്ത് നമ്മൾ പോയി ഈ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ പുള്ളിക്കാരൻ ഭയങ്കര സപ്പോർട്ടീവായിട്ടും ഭയങ്കര പോസിറ്റീവായിട്ടും ചെയ്യ് എന്ന് നമ്മൾക്ക് പറഞ്ഞിട്ടുണ്ട് ഇതിന് മുമ്പ്. നമ്മൾ വേറൊരു പ്രൊജക്റ്റുമായിട്ടാണ് കാണാൻ പോയത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് പി രാജീവ് മിനിസ്റ്ററും അതുപോലെ തന്നെ കേരളത്തിന്റെ ചീഫ് സെക്രട്ടറിയും ഒക്കെ നമുക്ക് ഒരു കൺഗ്രാറ്റ്സ് നോട്ടും കാര്യങ്ങളും ഒക്കെ തന്ന് നമ്മുടെ ഈ സന്തോഷത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. ഞങ്ങളും ഭയങ്കര ഹാപ്പിയാണ്. സോ ഇപ്പൊ ഇനി ഞാൻ ഒരുപാട് കഥ പറഞ്ഞ് ഇതിലേക്ക് ഇതാക്കുന്നില്ല, ലാഗ് ആക്കുന്നില്ല. ബോക്സ് ഓപ്പൺ ചെയ്യട്ടെ. അപ്പൊ ആദ്യം ഒരു അല്ല മെഡലിന് മുമ്പ് ഇങ്ങനെ ഒരു ഇതുണ്ട്, ഒരു കാർഡ് ആക്ച്വലി നമുക്ക് വരുന്നുണ്ട്. അപ്പം ഇത് ബേസിക്കലി എൻ്റെ പേരിൽ എടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ എൻ്റെ പേരിലാണ് വന്നിരിക്കുന്നത്. പിന്നെ അവരുടെ ഒരു റെക്കോർഡ് ഹോൾഡർ എന്ന് പറഞ്ഞുള്ള സ്റ്റിക്കറാണ്. പക്ഷേ അത് മനസ്സിലാവുന്നുണ്ടോ? റെക്കോർഡ് ഹോൾഡർ എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. ഒരെണ്ണം നമ്മൾ വണ്ടിക്ക് തൊട്ടിച്ചു കേട്ടോ. ആൻഡ് ഇതാണ് നമുക്ക് സർട്ടിഫിക്കറ്റ്, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്. The record for being the fastest duo to set up a professional, functional podcast studio was set by Bibin Benny of Palakkad along with his wife. ഈ വൈഫ് എന്ന് പറയുമ്പോൾ ഒരുമാതിരി ബാക്കി നിങ്ങൾ വായിക്കുന്നുണ്ടല്ലോ. പ്രൊഫഷണൽ പോഡ്കാസ്റ്റ് ഇൻ 30 days from October 19, 2024 to November 17, 2024. 1924 ഞാൻ വായിച്ചു. ഓക്കെ എന്തായാലും അതാണ് സംഭവം. ഇത് അവര് കൺഫേം ചെയ്തത് ഇത് കിട്ടാനുള്ള റീസൺ
different types of material, podcasting equipment, furniture using different type of material for soundproofing, lighting and decoration. ഇതെല്ലാം നമ്മൾ തന്നെയാണ് ഒറ്റയ്ക്ക് പണിയെടുത്തിട്ടുള്ളത്. അതെല്ലാം നിങ്ങൾ നമ്മുടെ വീഡിയോ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഞാൻ അതിൽ ആഡ് ചെയ്യാം, നിങ്ങൾക്ക് അതിന്റെ ഒപ്പം തന്നെ കയറി കാണാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഷ്ടപ്പെട്ട് പണിയെടുത്തുണ്ടാക്കിയ പോഡ്കാസ്റ്റിംഗ് സ്റ്റുഡിയോ ആണ്. സോ അപ്പോൾ അതിൻ്റെ ആണിത്. പിന്നെ ഈ ബുക്ക് കണ്ടോ, ഇത് 2024 ടോപ്പ് റെക്കോർഡ്സും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ അതിനകത്ത് ഇന്ത്യയിലെ റെക്കോർഡ്സ് ഉണ്ടാവും, ഏഷ്യയിലെ റെക്കോർഡ്സ് ഉണ്ടാവും, ആൻഡ് വേൾഡ് റെക്കോർഡ്സ് ഉണ്ടാവും. ബേസിക്കലി നമ്മുടെ കാറ്റഗറി വരുന്നത് വേൾഡ് കാറ്റഗറിയിലാണ്. സോ ഇത് പക്ഷെ ഇതിൽ നമ്മളില്ല, 2024 നമ്മളില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നവംബറിൽ ഇവരുടെ ഈ എഡിഷന്റെ സാധനങ്ങളെല്ലാം കംപ്ലീറ്റ് ആയായിരുന്നു. നമ്മുടേത് വരിക 25-26 എഡിഷനിലായിരിക്കും നമ്മൾ വരിക. ഓക്കെ, മടല് മെയിൻ ഐറ്റം കാണിക്കേ, മടൽ. ഓക്കെ, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഈ സാധനം. ഇനി ഇത് പിടിച്ചിട്ട് ആക്ച്വലി ഒരു ഫോട്ടോ എടുക്കുന്ന പരിപാടി ഉണ്ട്, അത് ഞാൻ അവിടെ പോകുമ്പോൾ കാണിച്ചു തരാം. അവർക്ക് അയച്ചു കൊടുക്കണം. സോ അപ്പോൾ ഇത്, പിന്നെ ഒരു പേന, അതിലും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഓ ഇവിടെ ഇങ്ക് പെന്നല്ല, അല്ല ഞാൻ അന്നേ പറഞ്ഞല്ലോ ബോൾ പെന്നാണെന്ന്. പക്ഷെ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, എടുത്തെറിഞ്ഞ ഒരാളുടെ തലയെ കൊണ്ട ഡിം തല അറിയാൻ വേണ്ടിട്ടാണ്, ഒരു അക്രമവാസനയുള്ള ആളെ പോലെ. പിന്നെ ആക്ച്വലി നമ്മൾ ഈ സ്യൂട്ടിലും ഇത് ഇട്ടോണ്ട് പോകണം. ഈ സ്യൂട്ട് ഇട്ടെന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ പോകുമ്പോഴത്തേക്ക് ഈ സാധനം ഇനി വെച്ചോണ്ട് പോകണം. ബേബി പോടാ, അങ്ങനെ നിർബന്ധമുണ്ടോ? പിന്നെ റെക്കോർഡ് ഹോൾഡർ അല്ലേ. ഏയ് ഞാനേ വെറുതെ ഇത് ഇരുന്നപ്പോഴല്ല എനിക്ക് PG ഞാൻ കംപ്ലീറ്റ് ചെയ്തത്. ഓക്കെ, പഠിച്ചിട്ടാണ്. അതുകൊണ്ട് എനിക്ക് ബോധം ഉണ്ടെന്ന് പറഞ്ഞു വന്നതാണ്. അത് ഞാൻ എന്നെ പറ്റിക്കണേണ്. അപ്പൊ ഇതാണ് നമ്മുടെ എൻറ്റയർ ബോക്സ്. ആൻഡ് ഇനിയിപ്പോ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് സാധനം മുഴുവൻ വരണം. ഞാൻ തിരിച്ചെല്ലാം വെക്കട്ടെ. എടാ കിടിലം ബോക്സ് കേട്ടോ, ഒന്നും പറയാനില്ല. ജ്വല്ലറി കിട്ടും കൊള്ളാല്ലേ. ടിപ്പിക്കൽ വുമൺ അല്ല, ആക്ച്വലി മറ്റേ ജ്വല്ലറി ബോക്സ് പോലെ ഇപ്പൊ ഞാൻ തരാം. ഇത് ഈ ബോക്സ് ഞാൻ തരാം ഇപ്പൊ. ഓ പക്ഷെ ഇത് മൊത്തത്തില് സാധനമാണ്, പണി എടുത്തുണ്ടാക്കിയാണ്. അതുകൊണ്ട് ഒരു സന്തോഷമുണ്ട്. ആൻഡ് സർട്ടിഫിക്കറ്റ്, ഇതിന് എന്തൊക്കെയോ ബെനിഫിറ്റ്സ് ഉണ്ടെന്നാണ് പറഞ്ഞത്. എൻ്റെ ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് റെഗുലർ നമുക്ക് മെസ്സേജ് വരുമ്പോൾ ഭയങ്കര പ്രൗഡ് മൊമെൻ്റ് ആണ്. എന്താണെന്നറിയോ, ഹലോ റെക്കോർഡ് ഹോൾഡർ എന്ന് പറഞ്ഞിട്ടാണ് ഈ സാധനം വരിക, നമുക്ക് മെയിൽ വരുന്നത്. വേറെ ഫീൽ. സോ ഗൈസ്, യെസ്, ഇതാണ് സംഭവം. ഇത് നിങ്ങൾക്ക് കാണിക്കണമെന്നുണ്ടായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2020 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ 2022 ആക്ച്വലി എൻ്റെ മിർച്ചി ജീവിതം, ആർജിങ് ജീവിതം അവസാനിപ്പിച്ച് ഏകദേശം ഒരു വർഷത്തെ ഗ്യാപ്പ് കഴിഞ്ഞ് 2024 ഞാൻ പോഡ്കാസ്റ്റിംഗ് ലോകത്തേക്ക് വീണ്ടും തിരിച്ചു വരുന്നത്. അപ്പോൾ ആ സമയം മുതൽ ഒരുപാട് സ്ട്രഗിൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് യൂട്യൂബിലും സ്പോട്ടിഫൈയിലും ഒരു സന്തോഷം കൂടെ പറയാം, സ്പോട്ടിഫൈയിൽ നമ്മൾ 50K പ്ലേസ് കഴിഞ്ഞു കേട്ടോ. ബിക്കോസ് ഞാനത് എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റാത്തൊരു സംഭവമായിരുന്നു. കാര്യം സ്പോട്ടിഫൈയിൽ തിരിച്ചു വരുമ്പോൾ നമ്മുടെ മറ്റേ പഴയ ചാനലിൽ ഓക്കെ നമ്മളതൊക്കെ പണ്ടേ ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്ന സാധനമാണ്. പക്ഷെ ഇങ്ങോട്ട് വരുമ്പോൾ അത് നടക്കില്ലയോ എന്നുള്ള ഡൗട്ട് കാര്യമായിട്ട് എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഈ പെട്ടി കൈ കിട്ടി, കയ്യിലിരുന്ന് ഞാനത് വണ്ടിക്കകത്തിരുന്നിട്ട് ഇങ്ങനെ കയ്യിലെടുത്ത് വെച്ചോണ്ടിരിക്കുന്ന സമയത്താണ് ഫോണില് 50,000 പ്ലേസ് ക്രോസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മെസ്സേജ് അവരുടെ എല്ലാം നമ്മൾ, അതായത് 10K 25K ഇതൊക്കെ വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ഇത് വരും. ആൻഡ് 2024 സ്പോട്ടിഫൈയിൽ മാത്രം നമുക്ക് ഏകദേശം 40 എപ്പിസോഡ് ഇപ്പൊ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ഫസ്റ്റ് ഗസ്റ്റിനെ കൊണ്ടുവന്നുള്ള എപ്പിസോഡ് ചെയ്ത് കഴിഞ്ഞു. സോ ടു ബി ഓണസ്റ്റ് 2024 is like a very positive year for me. ഇവക്ക് കുറച്ച് ബ്രേക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇവള് റെസ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. 25 വൻ സെറ്റപ്പിൽ വരുമായിരിക്കും. സോ താങ്ക് യു സോ മച്ച് ഗൈസ്. ഇതേ ഉണ്ടായിരുന്നുള്ളൂ ഈ എപ്പിസോഡ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്കും ഷെയറും ചെയ്യുക. ആൻഡ് ഇനി ഈ ഇന്ത്യ എന്നുള്ള സാധനം ഉണ്ടല്ലോ, അത് മാറ്റി നമ്മൾ വേൾഡില് വേറൊരു സാധനം കൂടെ ആയിട്ട് വരും. എന്ത് ഇനി പിന്നെ ഇത് മാത്രമല്ല, നമ്മൾ വേറെയും കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്.
എനിക്ക് ഒരു കാര്യം കൂടി ഇതിന്റെ അവസാനം എൻഡിൽ പറയാനുണ്ട്. പലപ്പോഴും ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ എന്റെ സാധനങ്ങൾക്ക് ബാഹുബലി എഫക്റ്റ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കാൻ പൊന്താത്ത സാധനങ്ങളും ഇന്ത്യയിലെ വലിയ സംഭവങ്ങൾക്കും വേണ്ടി പുറകെ നടക്കുന്നവനാണെന്നൊക്കെ പറഞ്ഞ് പലരും കളിയാക്കിയിട്ടുണ്ട്. സോ അപ്പോൾ അത് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണിയെടുക്കുകയാണെങ്കിൽ റിസൾട്ട് കിട്ടും. പണിയെടുക്കാൻ വിടാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ പണിയെടുക്കാൻ സമ്മതിക്കാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ പണിയെടുക്കാനായിട്ട് നമുക്ക് വേണ്ടത്ര മോട്ടിവേഷൻ കിട്ടാത്തതുകൊണ്ടാണ് ഇതൊക്കെ നമുക്ക് പലർക്കും കിട്ടാതെ പോകുന്നത്. പണിയെടുക്കൂ, കിട്ടും. ചിൽ കുപ്പിച്ചിൽ. ഇത് നമ്മുടെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന് അയച്ചു കൊടുക്കുമ്പോൾ അവർക്ക് ഇങ്ങനെ പിടിച്ച് വെച്ചിട്ട് എടുത്തു കൊടുക്കണം. ഫോട്ടോ എടുക്കില്ലേ?